ഇന്ന് ഞാൻ എനിക്ക് തന്നെ ഉണ്ടായ ഒരു അനുഭവമാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അവള് കുറച്ച് കറുത്തിട്ട. ഇത് പറയുന്ന സമയത്ത് പലരുടെയും മുഖം അത്ര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനിലായിരിക്കില്ല അല്ലെ. അവള് നല്ല വെളുത്തിട്ടാ എന്ന് പറയുമ്പോൾ നല്ല ചിരിച്ച് കണ്ണുകളൊക്കെ ഇങ്ങനെ വിടർന്ന് ആഹാ ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരുടെയും ഫേസ് എക്സ്പ്രഷൻ നല്ല പോസിറ്റീവ് ആണല്ലേ. കളർ ഡിസ്ക്രിമിനേഷൻ എനിക്ക് അങ്ങനെ അനുഭവിക്കേണ്ടി വന്നില്ലെങ്കിലും ചെറുപ്പം മുതൽ ഇതിങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ. ഏറ്റവും കൂടുതൽ കേട്ടൊരു കാര്യമാണ് വെയിലത്ത് ഇങ്ങനെ കളിക്കല്ലേ കറുത്തു പോകുന്നേ. അപ്പൊ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഈ കറുപ്പ് എന്നുള്ളത് എന്തോ വലിയൊരു പ്രോബ്ലം ആണെന്നുള്ള ഒരു തോന്നൽ. ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പലതും കേട്ടു. പക്ഷെ ഇപ്പൊ നമുക്ക് കുറച്ച് ബോധവും വിവരവും ഒക്കെ വന്നിട്ടുണ്ടല്ലേ. അപ്പോ കല്യാണമൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ആയതിനു ശേഷം ഇങ്ങനെയുള്ള നെഗറ്റീവ് കാര്യങ്ങളൊന്നും മക്കളിലേക്ക് ഇൻജെക്ട് ചെയ്യരുത് എന്നുള്ളത് ഞങ്ങളുടെ തന്നെ ഒരു തീരുമാനമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും ഒരു വാക്ക് കൊണ്ട് പോലും ഇങ്ങനെയുള്ള നെഗറ്റീവ് കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ച തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കൽ പോലും ഞങ്ങൾ മക്കളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്റെ മൂത്ത മോളിൽ സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ട് ഒരു തേർഡ് ഡേ ആള് സ്കൂളിൽ നിന്ന് വന്നിട്ട് പറയാണ്, ഞാനും അപ്പ എന്താണ് ഇങ്ങനെ കുറച്ച് കറുത്തിരിക്കുന്നത്, അമ്മയും എന്റെ കുഞ്ഞനുജത്തിയും എന്താണ് ഇങ്ങനെ വെളുത്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ ആ ചോദ്യം കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ഈ ഒരു കറുപ്പ് വെളുപ്പ് എന്ന് പറയുന്ന ഈ ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടേ ഇല്ലല്ലോ. പക്ഷെ നമ്മൾ ആ ഒരു ഞെട്ടൽ ആദ്യം തന്നെ കുഞ്ഞിനെ കാണിക്കാൻ പാടില്ലല്ലോ. ആള് കുറച്ച് സങ്കടത്തോടു കൂടിയാണ് ഈ ഒരു ചോദ്യം ചോദിച്ചത് എന്നതാണ് ആക്ച്വലി ഞങ്ങൾ ഞെട്ടാനുള്ള ഒരു റീസൺ ആയിട്ട് വന്നത്. പക്ഷെ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞു, ഇന്ത്യൻസിന്റെ കളറ് അങ്ങനെയാണ് മോനെ, ഓരോരുത്തർക്കും ഓരോ കളറാണ്, നമ്മുടെ സ്കിന്നിന്റെ പ്രത്യേകതയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവളെ പറഞ്ഞു മനസ്സിലാക്കി കേട്ടോ. നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തെങ്കിലും ആളിപ്പം 2ാം ക്ലാസ്സിലായെങ്കിലും ഇപ്പോഴും ആൾക്ക് എന്തോ ഞാൻ കുറച്ച് കറുത്തു പോയത് കൊണ്ട് തന്നെ എന്റെ അനിയത്തിയെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ അനിയത്തിയുടെ അത്ര ക്യൂട്ട് അല്ല എന്നൊരു തോന്നൽ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പല രീതിയിലും പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. മോൾ ഈ ഒരു കാര്യം പറഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അത്ര നല്ല കാര്യമല്ലല്ലോ. അതുകൊണ്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മൾ പതുക്കെ ഇങ്ങനെ ചോദിച്ചു മനസ്സിലാക്കി. മോളോട് ഈ ഒരു കാര്യം ആരാണ് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ പേര് പറഞ്ഞു കേട്ടോ. ആളാണത്രേ പറഞ്ഞത്, കുറെ പേര് കറുത്തിട്ടാണ്, കുറെ പേര് വെളുത്തിട്ടാണ്, നല്ല വെളുത്ത കളർ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ നല്ല സുന്ദരി അയക്കുക, കറുത്ത കളറുള്ളവർ അത്ര സുന്ദരിയൊന്നും അല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞു അത്രേ. അപ്പൊ അങ്ങനെയാണ് എന്റെ മോൾക്ക് ഇത്തരത്തിലുള്ള ഡൗട്ട്സ് ഒക്കെ വന്നു തുടങ്ങിയത്. ഞാൻ ഒരിക്കലും ആ കുട്ടിയെ കുറ്റം പറയില്ല, കാരണം ആ കുട്ടി ഇത് കേട്ടു തുടങ്ങിയത് ആ കുട്ടിയുടെ ചുറ്റുമുള്ള ആളുകളിൽ നിന്നാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളോ ഈ കാര്യങ്ങളൊക്കെ അനുഭവിച്ചു, നമ്മളുടെ കുട്ടികളിലേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇൻജെക്ട് ചെയ്യാതിരിക്കാൻ നമ്മൾ എന്തായാലും ശ്രമിക്കണം. ഞാൻ എന്റെ മോളെ ഈ ഒരു കാര്യം പറഞ്ഞു മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മോള് പറഞ്ഞ ഒരു സെന്റൻസിൽ നിന്ന് തന്നെയാണ് കേട്ടോ. ഞാൻ മോളോട് ചോദിച്ചു, മോള് പറഞ്ഞില്ലേ അപ്പ കറുത്തിട്ടാണെന്ന്. അപ്പൊ ആള് പറഞ്ഞു എന്നിട്ട് മോൾക്ക് എന്തെങ്കിലും അപ്പയ്ക്ക് പ്രോബ്ലം ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? അപ്പൊ നന്നായിട്ട് പഠിച്ചു, നല്ലൊരു ജോലി വാങ്ങി, നമ്മുടെ ഫാമിലിയൊക്കെ നന്നായിട്ടല്ലേ നോക്കുന്നത്, നമ്മൾ എന്ത് ഹാപ്പി ആയിട്ടാ ഇരിക്കുന്നത്, എപ്പോഴെങ്കിലും അപ്പ ഇങ്ങനെ ഈ കാര്യം പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അപ്പൊ ആള് പറഞ്ഞില്ല. അങ്ങനെയൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കഴിഞ്ഞപ്പോ മോള് ഭയങ്കര ഹാപ്പി ആയിട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സ് ഒന്നും മക്കളിലേക്ക് എത്തിക്കാതിരിക്കുക. കാരണം നമുക്ക് തന്നെ അറിയാം അതൊന്നും ശരിയല്ലാന്ന്. പിന്നെ എന്തിനാണ് നമ്മൾ അവരോട് പറയാൻ നിൽക്കുന്നത്?